സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത 4 കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫെർദറായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ 9 കൊല്ലമായി ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്കോ അറിയുന്നുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, എൻ്റെ ചുറ്റുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ആപ്പിൻ്റെ ചതിക്കുഴികളെ കുറിച്ചും അതിൽ പെട്ടുപോയ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറയാം. എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഈ ഒരു ആപ്പിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഈ പറയുന്ന 3-4 പേര് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരുപാട് വ്യക്തികൾ ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ട്. അതിലകപ്പെട്ടവർ, അതായത് ഈ ഒരു ആപ്പ് എടുത്ത് അബദ്ധത്തിൽപ്പെട്ടവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാൻ വന്നേ അതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ വീഡിയോ വലുതായിട്ട് എല്ലാവരിലോട്ട് എത്തിയില്ല, കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങിപ്പോയത് കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല. എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ലഭിക്കുന്ന ഫ്രണ്ട്സിനെ പോലും വിശ്വാസമില്ലാത്ത നമ്മൾ ഒരു ആപ്പിലൂടെ പരിചയപ്പെടുന്ന ഫ്രണ്ട്സിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. പക്ഷേ ഒരുവിധപ്പെട്ടവരൊന്നും അത് ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൽ ഒരു ആൻസർ ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ, ഏകാന്തത അനുഭവിക്കുന്നവരാണോ, പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ, ഒരു കൂട്ട് തേടുന്നവരാണോ? വരൂ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ ഫ്രണ്ട് ആപ്പ്. അതിലൂടെ നിങ്ങൾക്ക് ജെനുവിനായി വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു എയിം. ഇനി ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സംഭവം 18+ ആണത്. ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ബോയ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം, ഗേൾസിന് പേയ്മെൻ്റ് ഇല്ല. ഗേൾസിന് പേയ്മെൻറ്റ് ഇങ്ങോട്ട് ലഭിക്കും. ഒരു റോസ് പേയ്മെൻ്റ് ആയിട്ട് വരും. റോസാണ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അത് നമുക്ക് റിയൽ മണിയായിട്ട് ഏൺ ചെയ്തെടുക്കാം. അതാണ് കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ അവരുടെ പോക്കറ്റ് മണിക്കായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത, ഒരുപാടൊന്നല്ല, നമ്മളെ ഏറ്റവും കൂടുതൽ നല്ലപോലെ വിശ്വസിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ചാനൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തനിനാടൻ മലയാളം വ്ലോഗ്സ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് അവർ ഈ ഒരു വലിയ വലിയ ചാനലുകൾ ഇതെടുത്ത് റിയാക്ട് ചെയ്തു. ആ റിയാക്ഷൻ വീഡിയോസ് അവർ കാണാനിടയായതുകൊണ്ടായിരിക്കണം അവരിതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് തനിക്ക് പറ്റിയ അബദ്ധത്തിനെ പറ്റി, അതായത് തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് മാപ്പ് പറയുന്ന ഒരു വീഡിയോ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആയിട്ടുള്ള സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിനായിട്ട് ഒരു കോള് വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കോളിൽ ബ്രാൻഡിന് ഒരു എംപ്ലോയി വന്ന് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതിനുശേഷവും നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന് വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്ക്രിപ്റ്റ് നമുക്കും ബ്രാൻഡിനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് 4 പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഞാൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിൽ നമ്മൾക്ക് അവരോട് വളരെയധികം നന്ദിയുണ്ട്. കാര്യം അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞ്
അവർ അതിന് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഇത് മാത്രമല്ല, ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അവരുടെ തെറ്റുകൾ അവർ തിരുത്താൻ തയ്യാറല്ല. നെവർ മൈൻഡ്, എനിക്കിതൊന്നും താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് എന്നെയോ എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനോ എൻ്റെ കുടുംബമോ ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, എനിക്കത് മതി. അതാണ് ബാക്കിയുള്ളവരുടെ നിലപാട്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇതേ വ്യക്തിയാണ് രംഗത്ത് വന്ന് താൻ ചെയ്ത ആ 4 വീഡിയോയും ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന് വളരെയധികം നമ്മൾ താങ്ക്സ് പറയുന്നുണ്ട്. കാര്യം ചെയ്തല്ലോ, തെറ്റ് മനസ്സിലാക്കി തിരുത്താനുള്ളൊരു ഇതുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയത്. ഇനി കുറച്ച് പേരുടെ നിലപാടിനെ കുറിച്ച് പറയാം. എൻ്റെയോ എൻ്റെ കുടുംബത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞാനിത് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? ഇതാണ് ചിലരുടെ നിലപാട്. ഈ ഒരു നിലപാടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളിലെ മുതിർന്നവരിലും എല്ലാം ഉള്ളത്. പൊടി മക്കളെ പോലും എൻ്റെ പ്രശ്നമല്ല, ഞാൻ നോക്കേണ്ട കാര്യമില്ല. എന്തൊരു പ്രശ്നം വന്നാലും എല്ലാത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും ഒരു പ്രതികരണശേഷി ഇല്ലാത്തതിന് കാരണം അതാണ്. എൻ്റെ കാര്യമല്ല, എൻ്റെ കാര്യമാണെങ്കിൽ മാത്രം ഞാൻ പ്രതികരിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബേഴ്സ്, ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഇവർ ചെയ്യുന്ന ഇത് എന്നെയോ എൻ്റെ ഫാമിലിയെ ബാധിക്കില്ല. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇൻകം കിട്ടുകയും ചെയ്യും. അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഈ നമ്മുടെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവർ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് പെടുമെന്നോ, പെൺകുട്ടികൾ അവരുടെ ലൈഫ് സ്പോയിൽ ആകുമെന്നോ എന്നൊന്നും നമ്മുടെ യൂട്യൂബേഴ്സ്, ഈ ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കിതൊന്നും ഒരു നെവർ മൈൻഡാണ്. ഒരു തരത്തിലും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇവർക്ക് അതിന് ഏണിങ്സ് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്, അത് മതി. എന്നാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണ് ഇവരെല്ലാം. അവർക്ക് യൂട്യൂബ് തന്നെ ഒരു മാസം നല്ല വരുമാനം കൊടുക്കുന്നുണ്ട്. അതിൽ കൂടാതെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ, 3-4 പേരുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ പൂട്ടിപ്പോയിരുന്നു. എന്തിനാണ്? ഫേക്ക് ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും എന്നൊരു പേടി ഇവർക്ക് വന്നിരുന്നുവെങ്കിൽ ഇവരെല്ലാം ഈ ആപ്പിൽ പ്രൊമോഷൻ ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അകപ്പെടാതിരിക്കുകയും ചെയ്തേനെ. ഓക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തനിനാട് എന്തായാലും അവരതിനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരതിനെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അവർ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ടിട്ട് നമുക്ക് വരാം. കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മെസ്സേജസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 പേരുടെ മെസ്സേജാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗിച്ച് ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു മോശമായ അനുഭവമായിരുന്നു അവർ ആ ഒരു പെർട്ടിക്കുലർ ആപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർട്ടിക്കുലർ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു. എനിക്ക് മെസ്സേജ് അയച്ച ഈ 2 ആൾക്കാരെയായിട്ടും ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവും അവരവരുടെ പെർസ്പെക്റ്റീവും ഡിസ്കഷനിൽ വന്നു. നമ്മൾ കുറച്ചു നേരം അത് ഡിസ്കസ് ചെയ്തു. ഒരാൾ വന്ന് ഒരു കാര്യത്തെപ്പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എഗെയിൻ ഇതൊരു പെർസ്പെക്റ്റീവാണ്, നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കണം എന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്കെന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ വളരെയധികം പ്രാധാന്യത്തോടു കൂടെ കോമന്റ് സെഷനിലും അതേപോലെ ചില ചാനലുകളിലും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോണ്ട് ഒന്ന് മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഭീമമായ തുകകൾ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് 4-5-6 ലക്ഷം രൂപയുടെ കണക്കൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയുടെ 1/4 പകുതി പോലും ഞാൻ ആപ്പ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടില്ല. 4 രൂപയോ 40,000 40 രൂപയോ 40 ലക്ഷമോ എന്നുള്ളത് ഇവിടെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു എലിഗേഷനാണ് എൻ്റെ നേരെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ലേണിംഗ് കർവ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ 9 കൊല്ലമായി ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ
ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്കോ അറിയുന്നുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ, എൻ്റെ ചുറ്റുമുള്ളവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം എനിക്കിത് പറയാനേ പറ്റുള്ളൂ, കാരണം എൻ്റെ നേരെ ഇങ്ങനെ ഒരു എലിഗേഷൻ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കാണും. നിങ്ങളെ മാത്രം വിശ്വസിച്ചിരുന്ന ആളുകളെ പറ്റിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതിൽ പറയുന്നുണ്ട്, ഞാൻ നല്ലതുപോലെ ഇത് നോക്കിയതിന് ശേഷം 3 മാസത്തോളം ഈ ആപ്പ് ഉപയോഗിച്ചതിന് ശേഷമൊക്കെയാണ് ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആർക്കും അബദ്ധങ്ങൾ പറ്റാം, എന്താ ചക്കയൊന്നും അല്ലല്ലോ തുറന്ന് നോക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെ സത്യമാണ്. ആർക്കും അബദ്ധം പറ്റാം. എന്തായാലും അബദ്ധം പറ്റിയത് നിങ്ങൾ തിരുത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവരും കൂടെ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ, പിന്നെന്താ, ഇനി സബ്സ്ക്രൈബേഴ്സിനോട് ഫോളോവേഴ്സിനോട് മാത്രം പറയാനുള്ള കാര്യം, ആര് പറഞ്ഞു എന്നതല്ല, അത് എത്രമാത്രം സത്യമാണ്, അത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മാത്രം നോക്കുക. ഇതിനകത്ത് ഏകാന്തത അനുഭവിക്കുന്നവരാണോ നിങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയോട് കൂടി പങ്കുവയ്ക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് അവരോട് പങ്കുവയ്ക്കൂ. അല്ലാതെ എങ്ങോ ഒന്നും അറിയാത്ത സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു വിരസത മാറ്റാൻ പറ്റുക? ഇതൊരു ട്രാപ്പ് തന്നെയാണ് കേട്ടോ. ഇതിലൂടെ ജസ്റ്റ് നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് റോസ് കിട്ടുന്നു, ഏണിങ്സ് കിട്ടുന്നു, പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങും. ഇതൊരു ഓൾറെഡി ദുരുപയോഗമാണ്. അതുകൂടാതെ പുറമെ നേരിട്ട് നിങ്ങളുടെ കോളിങ്ങിലൂടെ, നിങ്ങൾ മീറ്റിങ്ങിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫ് തന്നെ അവിടെ സ്പോയിലായി പോകാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം സത്യമാണോ കറക്റ്റ് ആണോ, ഇതൊക്കെ എങ്ങനെ ഇത്രമാത്രം നമുക്ക് ദൂഷ്യമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇതിനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ചെയ്യുക. അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് പറയുകയാണ്, ഒരു ഇൻഫ്ലുവൻസേഴ്സും ഒരാളുകളും അതെടുത്ത് ഉപയോഗിച്ച് അവരുടെ മുഖം വെളുപ്പിച്ച് സുന്ദരമാക്കിയതിന് ശേഷമല്ല നമ്മുടെ മുന്നിൽ വരുന്നത്. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിനെ എത്രമാത്രം ഏതാണ് ചൂസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് വളരെയധികം ദോഷം ചെയ്യും. ഞാൻ പറഞ്ഞു, ലിപ്സ്റ്റിക്കിലൊക്കെ മെർക്കുറിയുടെ കണ്ടന്റ് കൂടുതലാണ്, അതൊക്കെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ക്യാൻസറൊക്കെ ഉണ്ടാവാൻ കാരണമാവും നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോഡക്ട്സുകളല്ല ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആര് പരിചയപ്പെടുത്തിയാലും അതിലെ വിശ്വാസ്യത നോക്കിയെടുക്കുക, നല്ല ഡോക്ടറുടെ സഹായത്തോടെ സെലക്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ആപ്പ് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോയി ചാടി പുറപ്പെടാതിരിക്കുക. മാക്സിമം അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുക, അതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ചെന്ന് പെടുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.